الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله أيضا: بسم الله الرحمن الرحيم: وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ നാഥൻ അവന് തഖ്വയുള്ളവരായി ജീവിക്കുവാനാണ് നമ്മളോട് ആജ്ഞാപിച്ചിട്ടുള്ളത്. ആ ഓർമ്മ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക. ജീവിതയാത്രയിൽ ഏതെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കേണ്ടത് തിരിച്ചു പോകുന്ന മരണമാകുന്ന യാത്രയെക്കുറിച്ചായിരിക്കണം. ഏതൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആ യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങുന്നത്? അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമങ്ങളിലായിരിക്കണം നമ്മളെപ്പോഴും നിലകൊള്ളുന്നത് എന്നാദ്യമായി ശ്രദ്ധത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒന്നാമത്തെ ഖുതുബയിൽ നമ്മൾ തുടർന്നു വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുടുംബത്തിന്റെ അസ്ഥിവാരമിടുന്നിടത്ത് ഇണകളുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഒന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. രണ്ട് സ്വഹാബാക്കളെ കണ്ട് ദീൻ പഠിച്ച സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് തന്റെ മകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ചരിത്രവും നമ്മൾ കേട്ടതാണ്. തെരഞ്ഞെടുപ്പ് നന്നാകുമ്പോൾ
ഇണകൾ നന്നാകുമ്പോൾ, കൃഷിഭൂമികൾ നന്നാകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന സസ്യലതാദികളും നന്നായി തീരും എന്ന് ഖുർആൻ ഉപമിച്ചു പറയുന്നതും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു കുടുംബത്തിന്റെ അസ്ഥിവാരമിടാൻ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദർശമാണ്, ദീനാണ്. ആ ദീനിന് പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത കാലത്തൊക്കെ, തെരഞ്ഞെടുത്ത കുടുംബങ്ങളിലൊക്കെ, തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളിലെല്ലാം അതിൻ്റെതായ അനുഗ്രഹവും അതിൻ്റെതായ സമാധാനവും സ്വസ്ഥതയാർന്ന ഒരു ഐഹികവും പാരത്രികവുമായ ലോകത്തേക്കുള്ള കാത്തുവെപ്പുകളായി കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും കുടുംബം എന്ന് പറയുന്നിടത്ത് പല സന്ദർഭങ്ങളിലും അത് പുരുഷ മേൽക്കോയ്മയുമായി ബന്ധപ്പെട്ട്, പുരുഷാധിപത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ, പ്രത്യേകിച്ച് ഇസ്ലാമികമായ വിഷയങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നവർ പല സന്ദർഭങ്ങളിലും അങ്ങനെ പറയാറുണ്ട്, വിമർശിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഇസ്ലാം ഒരു വിവാഹ ജീവിതത്തോടനുബന്ധിച്ച് എല്ലാ അവകാശങ്ങളും എല്ലാ ബാധ്യതകളും അത് സ്ത്രീക്ക് ലഭ്യമാകേണ്ടതും പുരുഷൻ നൽകേണ്ടതുമാണ് എന്ന് പഠിപ്പിച്ച ഒരു ദീനാണ് ഇസ്ലാം. പരസ്പര കടമകളും ബാധ്യതകളും ഉണ്ട് എന്നത് മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. മറിച്ചൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വരനും വധുവും പ്രായപൂർത്തിയായ ആ രണ്ട് ആളുകളിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവകാശം മാത്രമേ ഉള്ളൂ, പുരുഷനെ സംബന്ധിച്ചിടത്തോളമാണ് ബാധ്യതകളുള്ളത്. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി പറഞ്ഞു. സൂറത്തുൽ നിസാഇന്റെ 4-ാമത്തെ വചനത്തിൽ ഖുർആൻ അത് പറഞ്ഞു, വആത്തുൻ നിസാഅ സദഖാതിഹിന്ന നിഹല. പുരുഷൻ വിവാഹം തേടി ഏതൊരു സ്ത്രീയുടെ അരികിലേക്ക് ചെന്നാലും, അല്ല ഇനി സ്ത്രീ തന്നെ സ്വമേധയാ എന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരുഷന്റെ മുന്നിൽ വന്നാലും പുരുഷൻ തീർച്ചയായും അവൾക്ക് മതചിഹ്നമായി കൊണ്ട് പാരിതോഷികം കൊടുക്കുക തന്നെ വേണം എന്ന് ഖുർആൻ പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് അത് ഫരീളത്തുൻ എന്ന് പറഞ്ഞു, അത് ഫർളായ സംഗതിയാണ് എന്ന് പറഞ്ഞു. മതചിഹ്നമായി കൊണ്ട്, നിർബന്ധമായി കൊണ്ട് പുരുഷന്റെ അരികിൽ നിന്ന് സ്ത്രീക്ക് ലഭ്യമാകേണ്ട അവകാശമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദങ്ങളിലൂടെ ഒരു സ്ത്രീയാണ് എപ്പോഴും ഔന്നത്യത്തിൽ നിൽക്കുന്നവൾ. അവൾക്കാണ് വിവാഹ ജീവിതത്തിന്റെ മാർക്കറ്റിൽ, കമ്പോളത്തിൽ, അല്ലെങ്കിൽ ആ വ്യവസ്ഥിതിയിൽ ഇസ്ലാമിൽ മൂല്യമുള്ളവളും സ്ഥാനമുള്ളവളും എന്ന് കൃത്യമായി പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു പെണ്ണ് വന്നു. ആ പെണ്ണിന്റെ ആവശ്യമല്ലയോ പ്രവാചകരെ അങ്ങ് എന്നെ ഏറ്റെടുക്കണം എന്നായിരുന്നു. ഞാൻ എന്നെ അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ആ പെണ്ണ് പറഞ്ഞ വാക്ക്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ നേരം മൗനം കൊണ്ടു. അപ്പോ കൂടിയിരുന്ന സ്വഹാബാക്കളിൽ ഒരാൾ പറഞ്ഞു, പ്രവാചകരെ അങ്ങയ്ക്ക് അങ്ങനെ ഏറ്റെടുക്കാൻ താല്പര്യമില്ല എങ്കിൽ അവരെ ഞാൻ വിവാഹം ചെയ്യാൻ തയ്യാറാണ്, ഏറ്റെടുക്കാൻ തയ്യാറാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബി വര്യനോട് ചോദിച്ചത്, മഹറായി കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്നാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ഇസാർ, ഈ തുണിയല്ലാതെ വേറൊന്നും എനിക്കില്ല. അത് നിനക്ക് വേണമല്ലോ, നീ ഒന്ന് വീട്ടിൽ പോയി നോക്കൂ. വലൗ ഖാതമ മിൻ ഹദീദ്
ഇരുമ്പിന്റെ ഒരു മോതിരമെങ്കിലും നീ ഒന്ന് പരതി നോക്ക്. അദ്ദേഹം വീട് വരെ പോയിട്ട് പറഞ്ഞു, പ്രവാചകരെ ഇല്ല കേട്ടോ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും, നിനക്ക് ഖുർആനിൽ നിന്ന് എന്തറിയാം, എന്താണ് നിന്റെ കയ്യിൽ ബാക്കിയായത് എന്ന് ചോദിക്കാം. എനിക്ക് ഇന്നിന്ന സൂറത്തുകൾ അറിയാം എന്ന് പറയുമ്പോൾ അത് മഹറായി നിശ്ചയിച്ച് ഒരു പെണ്ണിന് കിട്ടേണ്ട വിവാഹ മൂല്യത്തെ അപ്രധാനമായി കാണാതെ സാധുവായ ഒരു മനുഷ്യന്റെ വിവാഹ ജീവിതത്തിന്റെ സ്വപ്നം അവിടെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കൃത്യമായി ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ട് അത് മഹറായി നിശ്ചയിച്ചുകൊണ്ട് അവളെ ആ സ്വഹാബി വര്യന് വേണ്ടി വിവാഹം ചെയ്തു കൊടുത്തു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ചരിത്രങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയും. നമ്മൾക്കൊരു വാദമുള്ളത് എന്താ? നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ചിന്താഗതി എന്താ? ദരിദ്രനായ ഒരാൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ഉപാധികൾ വെച്ച്, ഡിമാൻഡുകൾ വെച്ച്, വലിയിൽ നിന്ന് ഞാൻ താങ്കളുടെ മകളെ വിവാഹം ചെയ്യുന്നതിനു വേണ്ടി എന്ന് പറയുന്ന ഉപാധികളോടുകൂടി വാങ്ങി അതിൽ നിന്നൊരു ചെറിയ വിഹിതം തിരിച്ച് മഹറായി കൊടുക്കുന്ന, അറബി ഭാഷയിൽ വാക്ക് പോലും ഇല്ലാത്ത, നമ്മൾ പഠിക്കണം, അറബി ഭാഷയിൽ വാക്കില്ല. വാക്കില്ലാത്തത് കൊണ്ട് അക്സുൽ മഹർ എന്നാണ് സ്ത്രീധനത്തിന് പേര് വെച്ചത്. മഹറിന്റെ ഓപ്പോസിറ്റ്, ഇസ്ലാം പഠിപ്പിച്ച മഹറിന്റെ ഓപ്പോസിറ്റ്, നേർവിപരീതമായത് എന്നാണ് സ്ത്രീധനത്തിന് വാക്കുവെച്ചത്. ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅൻകിഹുൽ അയാമാ മിൻകും, നിങ്ങളിൽ പ്രായപൂർത്തിയായ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, സമൂഹത്തിന് ബാധ്യതയുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ വന്ന ചരിത്രം നമ്മൾ പറയാറുണ്ട്. ആ ചരിത്രം പറയുന്നിടത്ത് ഗവർണർ ഖലീഫക്ക് എഴുതിയതാണ്, ഇവിടെ സക്കാത്ത് കുന്നുകൂടി കിടക്കണ്, ഇത് വാങ്ങാൻ ഇവിടെ ആളില്ല. അപ്പോ ഖലീഫ തിരിച്ചെഴുതിയത്, പ്രായപൂർത്തിയായ മുഴുവൻ പുരുഷന്മാർക്കും വിവാഹം കഴിക്കാനുള്ള മഹർ സക്കാത്തിൽ നിന്ന് കൊടുക്കുക. മഹർ കൊടുക്കാൻ പ്രയാസപ്പെടുന്ന, മഹർ കൊടുക്കാനില്ലാതെ വിവാഹ ജീവിതം വൈകി പോകുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ സക്കാത്തിൽ നിന്ന് അവർക്ക് വിഹിതം കൊടുക്കുക എന്നാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തിരിച്ചെഴുതിയത്. സമൂഹത്തിന്റെ ഒരു ബാധ്യതയായി ഈ വിഷയത്തെ വെച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കാൻ പ്രായപൂർത്തിയെത്തിയ ഒരു പുരുഷന് പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ട് എങ്കിൽ സ്വകാര്യമായ ഒരു മുറിയില്ലാത്തതാകാം, വിവാഹ മൂല്യമാകുന്ന മഹർ കൊടുക്കാനില്ലാത്തതാകാം. അങ്ങനെ അടിസ്ഥാനപരമായി വിവാഹത്തിന് വേണ്ട തന്റെ സാങ്കേതികമായ അടിസ്ഥാന പ്രശ്നങ്ങളെ, അല്ലാതെ ആർഭാടത്തിന് വിവാഹത്തിലല്ല, അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു പുരുഷന് പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർക്ക് വിവാഹ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് ഖുർആൻ പറഞ്ഞത്, വസ്വാലിഹീന മിൻ ഇബാദിക്കും, നല്ലവരായ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ അന്യമതസ്ഥരായ ഒരാൾക്കും വിവാഹം കഴിക്കാൻ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെയും സഹായിക്കേണ്ട ബാധ്യതയുണ്ട് എന്നാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരിക്കപ്പെടുന്നത്. നല്ലവനാണ്, വേണ്ടാധീനതയ്ക്ക് പോകാത്തവനാണ്, വേണ്ടാധീന ജീവിതം നയിക്കാത്തവനാണ്, വൃത്തികെട്ട ജീവിതത്തിലേക്ക് പോകാത്തവനാണ്. അങ്ങനെയുള്ളവനെയും വസ്വാലിഹീന മിൻ ഇബാദിക്കും, നിങ്ങളുടെ കീഴിലുള്ള അടിമകളാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നല്ലവരായ ആളുകൾക്കും, അതുപോലെ തന്നെ വഹിമായിക്കും, നല്ല സ്ത്രീകളായിട്ടുള്ള ആളുകൾക്കും നിങ്ങൾ വിവാഹ ജീവിതത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത്, ഒരു പക്ഷെ നമ്മൾ ചോദിച്ചേക്കും, മഹർ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും, ഒരു റൂം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞേക്കും, പക്ഷെ പിന്നീട് എങ്ങനെ അവർ ജീവിക്കും? അല്ലാഹു തആല പറയണേ, അല്ലാഹുവിന്റെ ഔദാര്യം അല്ലാഹു തആല ആ കുടുംബത്തിന് കൊടുത്തോളും. അങ്ങനെ അല്ലാഹു തആല അവർക്ക് വേണ്ട കാര്യങ്ങളിൽ ധന്യത അല്ലാഹു തആല നൽകിക്കൊള്ളും.
അത് അവര് രണ്ടുപേരും കൂടി പിന്നീട് പാർട്ട്ണർമാരായിക്കൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ വിഷയങ്ങൾ അവർ കണ്ടെത്തി പരിഹരിച്ച് അധ്വാനിച്ച് അവർ ജീവിച്ചോളും. അതുകൊണ്ട് അവർക്ക് വരുമാനമില്ല എന്നതുകൊണ്ട്, അവർക്ക് വിവാഹ ജീവിതത്തിൽ വേണ്ട മഹർ കൊടുക്കാനില്ല എന്നതുകൊണ്ട്, അടിസ്ഥാനപരമായ സൗകര്യമില്ല എന്നതുകൊണ്ട് അവരങ്ങനെ നിൽക്കേണ്ടവരല്ല. അവരെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട് ഈ സമൂഹത്തിന് എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞു. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ എത്രത്തോളം ആ വിഷയം ഗൗരവത്തിൽ കാണുന്നവരുണ്ട് എന്നത് ഓരോ സംഘടനകൾ തിരിച്ചും നമുക്ക് പഠിക്കാവുന്നതാണ്, ഓരോ മഹല്ലുകൾ തിരിച്ചും നമുക്ക് പഠിക്കാവുന്നതാണ്, ഓരോ കൂട്ടായ്മകൾക്കും അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. പക്ഷെ ഖുർആൻ ആ വിഷയം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു ബാധ്യതയായി. വല്ലാഹു വസിഉൻ അലീം ആ ആയത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് സൂറത്തു അന്നൂർ 24-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ വചനമാണ്. അള്ളാഹു എല്ലാത്തിനും വിശാലതയുള്ളവനാണല്ലോ. ആ കുടുംബത്തിനും ജീവിക്കാനുള്ള വിശാലത നൽകാൻ വിശാലതയുള്ളവനാണ് അള്ളാഹു. അവരുടെ കാര്യങ്ങൾ, എല്ലാവരുടെയും കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവനുമാണ് എന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ ഒരു കാര്യം പറഞ്ഞു, പക്ഷേ സമൂഹം അങ്ങനെ ചെയ്യുന്നില്ല. എനിക്കൊരു മുറി ഉണ്ടാക്കി തരുന്നില്ല. ഒരു സ്വകാര്യമായ ഒരു മുറി വേണമല്ലോ, ഒരു കുടുംബജീവിതം തുടങ്ങണമെങ്കിൽ വേണമല്ലോ, അല്ലെങ്കിൽ എനിക്ക് മഹർ കൊടുക്കാനുള്ള തുച്ഛമായ എന്തെങ്കിലും അതുപോലും എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ സമൂഹം ചെയ്യുന്നില്ല. സമൂഹം ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. സമൂഹത്തിൽ അങ്ങനെ ബോധവാന്മാരായ ആളുകളില്ല, അല്ലെങ്കിൽ സാഹചര്യമില്ല, അല്ലെങ്കിൽ അത്രയും സാധുക്കളായിട്ടുള്ള ആളുകളുടെ നടുവിലാണ് ജീവിക്കുന്നത്. അവിടെ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യമില്ല. എന്നാൽ എന്ത് ചെയ്യാം? എന്നാൽ പതുക്കെ പെണ്ണിന്റെ വലിയിൽ നിന്ന് നമുക്ക് പതുക്കെ വാങ്ങാം. നമുക്ക് പതുക്കെ അങ്ങനെ വാങ്ങിയിട്ട് അതിൽ നിന്ന് നമുക്കൊരു മഹർ കൊടുത്ത് നമുക്കൊരു റൂം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ആ സ്ത്രീധനം വാങ്ങിയിട്ട് അതുകൊണ്ടൊരു റൂം ഉണ്ടാക്കാം. ആ സ്ത്രീധനം വാങ്ങിയിട്ട് അതിൽ നിന്നൊരു മാല ഉണ്ടാക്കിയിട്ട് മഹർ കൊടുക്കാം എന്ന് ഖുർആൻ പറഞ്ഞോ? ഇല്ല, ഖുർആൻ പറഞ്ഞില്ല. ഖുർആൻ അങ്ങനെയല്ല പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത് അവരെ അവരുടെ ചാരിത്ര ശുദ്ധി കാത്ത് സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളട്ടെ. ഏതുവരെ? അല്ലദീന ലാ യജിദൂന നിക്കാഹൻ, ഒരു നിക്കാഹിനുള്ള ഒരു സാധ്യതയും അവർ കാണുന്നില്ല, അതിനുള്ളൊരു സാഹചര്യവും അവർ കിട്ടുന്നില്ല. അതിനുള്ളതായിട്ടുള്ള വേണ്ട ആ നെഹല, ആ പറയുന്ന വിവാഹ പാരിതോഷികം ഉൾപ്പെടെയുള്ളത് കൊടുക്കാനുള്ള നിക്കാഹിനുള്ള ഒരു സാധ്യതയും അവർ കാണുന്നില്ല എങ്കിൽ അവർ വളരെ നല്ല ചാരിത്ര ശുദ്ധിയോടുകൂടി, അവര് ക്ഷമയോടുകൂടി അവർ ജീവിച്ചു കൊള്ളട്ടെ എന്ന് ഖുർആൻ പറഞ്ഞത്. എന്നാൽ പോലും അനുവദനീയമല്ലാത്തൊരു വിഷയമാണ് സ്ത്രീധനം. പെണ്ണിന്റെ വാപ്പാടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്ന ആ ശീലമുണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞു പോകുന്ന ആ ഒരു കോലുണ്ടല്ലോ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ വായനയിൽ എവിടെയും നമുക്ക് കാണാനില്ല. ഖുർആൻ പറഞ്ഞത് അവര് ക്ഷമയോടുകൂടി കഴിയട്ടെ. ഏതുവരെ? അള്ളാഹു അവന് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകുന്ന കാലം അത്രയും, അള്ള കൊടുക്കുന്നത് വരെ അവൻ ക്ഷമിച്ച്, അവൻ വളരെ സ്വബറോടുകൂടി ആ സ്വബർ വളർത്താവുന്ന ആ ഇബാദത്തുകളുമായിട്ട് അവന്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു അവനായിട്ടൊരു പോം വഴി കാണിച്ചു കൊടുക്കുന്നത് വരെ ആ നിക്കാഹിനുള്ളൊരു അവസരം കിട്ടുന്നില്ല എങ്കിൽ ആ കിട്ടുന്ന കാലം വരെ അവൻ ക്ഷമയോടുകൂടി കഴിച്ചു കൊടുക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യാ മഅശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട് ബാഅത്ത് എന്ന് പറഞ്ഞാൽ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ഒരു പുരുഷൻ ത്രാണിയിലെത്തുന്നതിനെയാണ് ബാഅത്ത് എന്ന് പറയുക. മാനസികമായി ഒരു പെണ്ണിനെ പോറ്റാൻ കഴിയണം, മാനസികമായി ഒരു പെണ്ണിന് നൽകേണ്ട അവകാശങ്ങൾ നൽകാൻ കഴിയണം, മാനസികമായിട്ട് അവൻ പക്വതയാർജിച്ചവനാകണം. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ഒരു പെണ്ണിനെ അവൻ സംതൃപ്തപ്പെടുത്താൻ കഴിയുന്ന ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ അവനുണ്ടാകണം. അതോടൊപ്പം ചേർത്ത് പറഞ്ഞു, സാമ്പത്തികമായി ഒരു പെണ്ണിനെ പോറ്റാൻ, ഒരു കുടുംബത്തെ പോറ്റാനുള്ള ത്രാണി അവനുണ്ടാകണം. അതാണ് ബാഅത്ത്. റസൂൽ പറഞ്ഞല്ലോ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്, അവൻ വിവാഹം കഴിക്കട്ടെ. എന്നിട്ടോ വമൻ ലം യസ്തതിഉ ഫഅലൈഹി ബിസ്സൗമി ഫഇന്നഹു വിജാഹ്. അങ്ങനെ ഒരു ത്രാണിയില്ലെങ്കിലോ, മാനസികമായ ത്രാണിയുണ്ട്, ശാരീരികമായ ത്രാണിയുണ്ട്, സാമ്പത്തികമായ ത്രാണിയില്ല, എന്ത് ചെയ്യും?
സാമ്പത്തികമായി അവൻ അതിനുള്ള ത്രാണിയില്ല, അല്ലെങ്കിൽ അതിനുള്ള ജനായത്ത് എന്ന് പറയുന്ന ഒരു ഐശ്വര്യമില്ല, അതിനുള്ള സാമ്പത്തികതയില്ല. എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഇസ്ലാമിന്റെ പ്രമാണം പറഞ്ഞോ അവന് തീർച്ചയായും പെൺകുട്ടിയുടെ വാപ്പാടെ കയ്യിലുണ്ടൊക്കെ മേടിച്ചോ? പെൺകുട്ടിയുടെ വാപ്പാടെ കയ്യിൽ നിന്ന് ചോദിച്ചോ? പറഞ്ഞോ? ഇല്ല. സമൂഹത്തിന് സഹായിക്കാം, സക്കാത്തിൽ നിന്ന് കൊടുക്കാം, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ഒരു വിവാഹത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കാത്ത ഒന്ന് ഒരിക്കലും ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞു എന്ത് ചെയ്യണം? അതിന് കഴിയാത്തവൻ, അത് അങ്ങനെ ഒരു ത്രാണി ഏതെങ്കിലും ഒരു നിലയിൽ എത്താത്തവൻ തീർച്ചയായും അവൻ നോമ്പാലെടുക്കേണ്ടത്. അവൻ നോമ്പെടുക്കട്ടെ. അവൻ ക്ഷമിക്കാൻ, അവന്റെ ലൈംഗികമായ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും തിന്മകളിലേക്കും പോകാതിരിക്കാനുള്ള പ്രാപ്തി അവന്റെ വ്രതാനുഷ്ഠാനത്തിലൂടെ അവൻ സ്വയം ആ തഖ്വ ആർജിച്ച് ആ തഖ്വ മുറുകെ പിടിച്ച് അവൻ ജീവിക്കട്ടെ. തീർച്ചയായും അതിന് അവനെ നിയന്ത്രിക്കാനുള്ള കടിഞ്ഞാണുണ്ട് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എവിടെയും നമുക്ക് കാണാത്ത ഈ ദുരാചാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമുദായമായി നമ്മൾ മാറി. ഇനി മഹറിന്റെ അവസ്ഥ തന്നെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുൽ മുഅ്മിനാത്തുമാരെ വിവാഹം ചെയ്തിട്ടുണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, പ്രവാചക തിരുമേനിയുടെ അധിക വിവാഹത്തിന്റെയും മഹർ 500 ദിർഹമാണ്. 12.5 ഊക്കിയ എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുക. ഒരു ഊക്കിയ എന്ന് പറഞ്ഞാൽ 40 ദിർഹമാണ്. 12.5 ഊക്കിയ മഹറാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക വിവാഹത്തിലും ഞങ്ങൾക്ക് ഉമ്മുൽ മുഅ്മിനാത്തുമാരായ ഞങ്ങൾക്ക് മഹറായി നൽകിയിരിക്കുന്നത് എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്നുണ്ട്. 200 ദിർഹം എത്തിയാൽ സക്കാത്ത് കൊടുക്കണം. 200 ദിർഹം ഉള്ള ഒരാൾ സക്കാത്ത് കൊടുക്കണം. അപ്പൊ 500 ദിർഹം സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള, അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടാവുന്ന, ആശ്വസിക്കപ്പെടാവുന്ന, ആശ്വാസം കിട്ടുന്ന ഒരു സ്വത്തായി കൊണ്ട് അവരുടെ കൈകളിലേക്ക് നൽകേണ്ട മഹർ, അതിന് മൂല്യം കൽപ്പിച്ചു ഇസ്ലാം. അത് ഉപകാരപ്പെടുന്ന വസ്തുവാകാൻ കൽപ്പിച്ചു. തഫ്സീർ കൊടുത്തൂടെ? കൊടുക്കാം. പക്ഷെ തഫ്സീർ കൊടുക്കാനല്ല പറഞ്ഞത്, മറിച്ച് അവർക്ക് അത്യാവശ്യ സമയത്ത് കൊണ്ടുപോയി ഒന്ന് പണയം വെക്കണമെങ്കിൽ, പലിശയിലേക്കല്ല, പഴയ കാലത്തെ പണയം വെപ്പ്, അത്യാവശ്യ സമയത്തൊന്ന് മറ്റൊരാൾക്ക് കൈമാറണമെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് തന്റെ ഒരു ആവശ്യം നിറവേറ്റാൻ പറ്റുന്ന ആ വസ്തുക്കളാണ് ഇസ്ലാമിക സമൂഹത്തിൽ എവിടെയും മഹറായി കൊണ്ട് നമ്മൾ വായിക്കുന്ന ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയുന്നത്. വേറൊന്ന് കൊടുത്താൽ വീടും അത് വേറെ വിഷയം. അതിനെ നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യേണ്ടല്ല, മറിച്ച് ആഭരണങ്ങൾ തന്നെയാണ് അധികവും നമുക്ക് കാണാൻ കഴിയുന്നത്. ദിർഹമുകളും ദീനാറുകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുവാകട്ടെ, ഞാൻ പറയുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഹറിനെ അങ്ങനെ മഹത്തരമായി കണ്ടു. തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് മൂല്യമുണ്ട്. ഇസ്ലാം സ്ത്രീകളോടൊപ്പമാണ് നിന്നത്. സ്ത്രീകളുടെ അവകാശങ്ങളെ ഇസ്ലാം വളരെ മഹത്തരമായി, മഹോന്നതമായി കണ്ടുകൊണ്ടാണ് പ്രത്യേകിച്ച് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്നത്. അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞു ഇല്ലേ? പാപ്പാട് സ്വന്തം ഇഷ്ടപ്രകാരം നീ കെട്ടിക്കോണം, ഞാനവിടെ പഠിച്ചു കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും കന്യകമാരാണെങ്കിൽ, ആദ്യ വിവാഹത്തിന്റെ കന്യകമാരാണെങ്കിൽ അവരോട് അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ രംഗത്തും ആ കുടുംബ ജീവിതത്തിന് അസ്ഥിവാരമിടുന്ന ഒരു വിവാഹ ജീവിതത്തിൽ സ്ത്രീയെയാണ് ഇസ്ലാം ഉയർത്തിവെച്ചത്. ആ സ്ത്രീകൾക്കാണ് അവകാശം വെച്ചത്, പുരുഷന് ബാധ്യതയാണ് വെച്ചത്. പക്ഷെ അന്ന് നേരെ തകിടം മറിയുന്ന, തലകീഴായി മറിയുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്കല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു വാക്കുണ്ട്, എൻ്റെ ഒരു മോളെ ഞാൻ 20 വയസ്സ്, 21 വയസ്സ്, 22 വയസ്സ് വരെ പൊന്നു പോലെ വളർത്തിയിട്ട് ഒരാളുടെ കൈ പിടിച്ച് ഞാൻ കൊടുക്കുമ്പോ എനിക്കൊരു പാരിതോഷികം കൊടുത്തൂടെ? അല്ലെ? ചോദിക്കണ കേൾക്കുമ്പോ എന്താണ് കൊടുക്കാൻ? കൊടുത്തിട്ടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് സൈനബിനെ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു മാല കൊടുത്തിട്ടില്ലേ? ഉണ്ടല്ലോ.
നമ്മൾ ഒന്നും നിഷേധിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പാരിതോഷികം നന്നായി പോകുന്നിടത്തോളം കാലം പാരിതോഷികമാണ്. എവിടെയെങ്കിലും ഒരു പൊട്ടലും ചീറ്റലും വന്നിട്ട് അസ്വാരസ്യത്തിലേക്ക് പോയാലോ പിന്നെ കേസായി. പാരിതോഷികം എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചു വാങ്ങുന്നത്? തിരിച്ചു വാങ്ങുന്നതിന്റെ ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒരാൾക്കൊരു സമ്മാനം കൊടുത്തു. നമ്മൾ പറയുന്ന പാരിതോഷികം, ആ വാക്ക് സമ്മാനം. റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾക്കൊരു സമ്മാനം കൊടുത്തിട്ട് പിന്നീട് അത് തിരിച്ചു വാങ്ങുന്നവൻ ഛർദ്ദിച്ചത് തിന്നുന്ന പട്ടിയെ പോലെയാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഈ കാപട്യത്തിന്റെ മുഖമുദ്രയുമായിട്ട് ഇസ്ലാമിന്റെ വക്താക്കളാകരുത്. പാരിതോഷികമാണോ അത് പാരിതോഷികമായി കണ്ടുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കാൻ കഴിയണം. വനിതാ കമ്മീഷൻ ഏറ്റവും പുതിയ അദാലത്ത് നടത്തിയിട്ട് ഏറ്റവും വലിയ പുതിയ സിറ്റിംഗ് നടത്തിയിട്ട് അവർ പറഞ്ഞു, സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്വത്ത്, സ്ത്രീകൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള എല്ലാ സ്വത്തുക്കളും രേഖപ്പെടുത്തണം. കാരണം ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് സ്ത്രീകളുടെ സ്വത്തുക്കൾ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ എടുത്തുപയോഗിച്ചതിന് ശേഷം തെളിവില്ലാത്തതിന്റെ പേരിൽ, രേഖപ്പെടുത്താത്തതിന്റെ പേരിൽ അതിന്റെ കേസ് കൂട്ടങ്ങളാണ് ഏറ്റവും കൂടുതലായി കൊണ്ട് വ്യവഹാര മേഖലകളിൽ വരുന്നത്. നമ്മൾ ഇങ്ങനെ ഓമന പേരിട്ടിട്ട് അങ്ങോട്ട് പറയും പാരിതോഷികം വരുന്നത്. പാരിതോഷികം കൊടുത്താൽ പാരിതോഷികമായിട്ട് കാണാനുള്ള ഈമാനികമായ കെൽപ്പും, അത് വിട്ടുകൊടുക്കാനുള്ള മര്യാദയും, അത് വാരി തിന്നുന്ന പട്ടിയെ പോലാകാതിരിക്കാനുള്ള, നായയെ പോലാകാതിരിക്കാനുള്ള വിവേകവും ഒക്കെ നമുക്ക് വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മള് അത് അനന്തര സ്വത്തായി കിട്ടിയാൽ മതിയോ എന്ന് തീരുമാനിക്കാനുള്ള വിവേകം നമുക്ക് തിരിച്ചറിവുണ്ടാകണം. എല്ലാം കൂടി അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നീട് അത് നമ്മളെ കേസിലേക്കും കൂട്ടങ്ങളിലേക്കും തിരിച്ചു വാങ്ങലുകളിലേക്കും തിരിച്ചു ചോദിക്കലുകളിലേക്കും പോകുന്നത് ഹറാമായ ഒരു സംഗതിക്ക് നമ്മൾ കൂട്ടുനിൽക്കുകയും പിന്നീട് ആ ഹറാമിനെ നമ്മൾ തിരിച്ചു ചോദിക്കുകയും ചെയ്ത അവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ജൂതന്മാരായിട്ടുള്ള ആളുകളുടെ വിഷയത്തില് ഖുർആനിൽ ആയത്തുണ്ട്. അതെന്താണെന്നറിയാമോ? അവർക്ക് ഹലാലായിരുന്ന പലതും അല്ലാഹു തആല ഹറാമാക്കി കളഞ്ഞു. പ്രവാചകന്മാരിങ്ങനെ മുറിയാതെ വന്ന ഒരു സമൂഹമാണല്ലോ. അപ്പൊ ഒരു പ്രവാചകന്റെ കാലത്ത് ഹലാലായിരുന്നത് വേറൊരു പ്രവാചകൻ വരുമ്പോൾ ഹറാമായി. എന്താ കാരണം? ഖുർആൻ പറയണേ അവരുടെ അക്രമം കാരണമാണ്. മിനല്ലദീന ഹാദു, ജൂതന്മാരായിട്ടുള്ള ഒരു കൂട്ടരുടെ അക്രമം, എന്തിലും അനീതിപരമായിട്ട് പ്രവർത്തിക്കുന്ന അക്രമം കാരണമായി കൊണ്ട് അല്ലാഹു തആല ഹറംനാ അലൈഹിം തയ്യിബാത്ത്, നല്ലതായിരുന്ന പല കാര്യങ്ങളും അല്ലാഹു തആല അവർക്ക് ഹറാമാക്കി കളഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ഉഹില്ലത്ത് ലഹും, അവർക്ക് മുമ്പുണ്ടായിരുന്ന ജൂതന്മാരായിട്ടുള്ള യഹൂദന്മാരായിട്ടുള്ള ആളുകൾക്ക് അത് അനുവദനീയമായിരുന്നു. ആ അനുവദനീയമായ സംഗതി പിന്നെ വന്ന പ്രവാചകരിലൂടെ ഹറാമാക്കി കളഞ്ഞു. ഹറാമാക്കേണ്ട ഒരു സംഗതി ആയിട്ടല്ല, പക്ഷെ അല്ലാഹു തആല ഹറാമാക്കി അവരുടെ ദുൽമ കാരണം. എന്താണ്? എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു വബിസ്വദ്ദി, ഒരുപാട് ആളുകളെ അവർ തടഞ്ഞു. അങ്ങനെ അക്രമപരമായ അനീതിപരമായ ഒരു മര്യാദയുമില്ലാത്ത അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ധാരാളം ആളുകൾ തടയപ്പെടാൻ അത് കാരണമായി. ധാരാളം ആളുകൾ തടയപ്പെടാൻ കാരണമായി അവർ ചെയ്ത ആക്രമം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പിന്നീട് വന്ന പ്രവാചകനെ കൊണ്ട് തടഞ്ഞു കളഞ്ഞു, ഹറാമാക്കി കളഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ ഈ പാരിതോഷികം തടയും, ഒരു സംശയമില്ല. ഈ പാരിതോഷികം തടയും. കാരണം ഈ പാരിതോഷികത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഈ പാരിതോഷികത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കിലോ കണക്കിന് സ്വർണവും അതിന്റെ അക്രമവും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഫഖറും മുഖ്താലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ദുരഭിമാനത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഒക്കെ വേദിയായിരിക്കുന്ന ഈ പാരിതോഷികം അല്ലാഹു തആല തടയാനാണ് സാധ്യത. ഒരു പ്രവാചകൻ വരികയും അവർക്ക് തടഞ്ഞത് എന്താണ്? അവർക്ക് തടഞ്ഞത് അല്ലാഹു തആല അടുത്ത് പറഞ്ഞേ അവര് പലിശയിലാണ് ആക്രമം കാണിച്ചത്. നമ്മുടെ സ്ത്രീധനത്തിലാണ്, നമ്മുടെ കല്യാണ മേഖലയിലാണ്, പലിശയിലാണ് അവർ ആക്രമം കാണിച്ചത്. ആക്രമത്തിന്റെ ആഴം അവർക്കുണ്ടായിരുന്നത് പലിശയിലാണ്. അങ്ങനെ അവര് പലിശയിൽ, അവർക്ക് വിരോധിക്കപ്പെട്ടിരുന്ന പലിശയിൽ അത് അവര് വിരോധിക്കപ്പെടാത്ത പല മേഖലകളും അതുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാക്കിയ ദുൽമ് കാരണം അല്ലാഹു തആല അതുകൂടി ഹറാമാക്കി കളഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് വാക്കിലിഹിം,
അതവർ തിന്നുകൊണ്ടിരുന്നു. എങ്ങനെ? അംവാലന്നാസിബിൽ ബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് തിന്നാനുള്ള മാർഗമായി അവർ പലിശയെ കണ്ടു. അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് തിന്നാൻ വേണ്ടിയുള്ള മാർഗമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താകുന്ന നമ്മൾ സ്ത്രീധനത്തെയും കാണുന്നു. അതെ, ഇത്രയും വ്യത്യാസമുള്ളൂ. അവര് പലിശയാണ് കണ്ടത്, നമ്മൾ സ്ത്രീധനത്തെ കാണുന്നു. അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് തിന്നാൻ വേണ്ടി നമ്മൾ അങ്ങനെ ആ സമ്പത്തിന്റെ പിന്നാലെയുള്ള ആ പാച്ചിലിൽ അല്ലാഹു തആല അങ്ങനെ അനുവദനീയമായത് പോലും ഹറാമാക്കിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വഅതദിനാലിൽ കാഫിരീന മിൻഹും അദാബൻ അലീമ. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറ അൻ-നിസാ 160-ാമത്തെയും 161-ാമത്തെയും ആയത്ത്. എന്നിട്ട് അല്ലാഹു തആല അവരെ വിളിച്ചത് കാഫിറുകളായിട്ടുള്ള അവർക്ക് അല്ലാഹു തആല വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരാണ് ഈ കാഫിറുകൾ? പ്രവാചകന്മാരിൽ വിശ്വസിച്ച ജൂതന്മാര്, പ്രവാചകന്മാർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ച ജൂതന്മാര്. ഇനി നമ്മളത് പറയാ ഇങ്ങനത്തെ അക്രമപരമായ ഈ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ വിശ്വാസിയാണെന്ന് നമ്മ പറഞ്ഞ അന്ന് സമ്മതിക്കുമോ? നിങ്ങൾ പറ, സമ്മതിക്കോ? അല്ല, ജൂതന്മാരായിട്ടുള്ള ആളുകൾ അന്യായമായി കൊണ്ട് അവർ ചെയ്യുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ കാരണമാവുകയും ചെയ്തു. അതുകൊണ്ട് അവർ കാഫിറുകളാണ് എന്ന് അല്ല പറയാ. ഇതേ പണി നമ്മ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മ പറയുന്നത് നമ്മൾ വിശ്വാസികളാണ്. അല്ല സ്വീകരിക്കോ? അപ്പൊ കുഫ്രിയത്തിന്റെ പണി ചെയ്തിട്ടല്ല പ്രിയപ്പെട്ടവരെ വിവാഹ ജീവിതങ്ങൾ നടക്കേണ്ടത്. പവിത്രമായ ഒരു സന്ദർഭത്തിൽ, അനുഗ്രഹീതമായിരിക്കേണ്ട ഒരു വേദിയിൽ അള്ളാഹുവിന്റെ കാരുണ്യവും അവരുടെ സക്കീനത്തും വന്നിറങ്ങേണ്ടതായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ യാത്രയിൽ കുഫ്രിയത്ത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യവും തുടങ്ങേണ്ടത്. നമ്മൾ കൃത്യമായി ഈമാൻ കൊണ്ട് തുടങ്ങുക. അങ്ങനെ ഈമാനിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അതിന്റെ ശരിയാം വണ്ണം മനസ്സിലാക്കാനുള്ള തൗഫീഖും അതിനനുസൃതമായി ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനുള്ള ത്വാക്കത്തും നമുക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ട് അല്ലാഹു നമ്മെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. اتقوا الله عباد الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും ശരിയാം വണ്ണം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാനും യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടുവാനുമുള്ള പരിശ്രമം എല്ലാ സന്ദർഭങ്ങളിലും മുറുകെ പിടിക്കണം എന്നാദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ശക്തിയായ ഭാഷയിൽ വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വധുവിന്, ഒരു സ്ത്രീയായിട്ടുള്ള ഒരു പെണ്ണിന് ലഭിക്കേണ്ട വലിയൊരു അവകാശവും അവൾക്ക് അത് സ്വന്തമായി പൂർണ്ണാധികാരത്തോടുകൂടി ഉപയോഗിക്കുവാനുള്ള ഒന്നായി നൽകാൻ പറഞ്ഞതാണ് മഹർ. ആ മഹറിനെ നേരെ തകിടം മറിക്കുന്ന, യാതൊരുവിധ പ്രസക്തിയും ഇല്ലാതാക്കി കളയുന്ന, പൂർണ്ണമായും അത് അപഹാസ്യമാക്കപ്പെടുന്ന സ്ത്രീധന സമ്പ്രദായങ്ങളിലേക്ക് മറ്റു മതസ്ഥരിൽ നിന്ന് കടമെടുത്തതായിരിക്കാം. അത് മറ്റു മതസ്ഥരേക്കാൾ കൂടുതൽ പിന്നീട് നമ്മൾ ഏറ്റെടുത്തതായിരിക്കാം. എന്തായിരുന്നാലും ശരി, അത് ഇസ്ലാമിന് അന്യമാണ്. പൂർണ്ണമായും ഒഴിവാക്കുവാനുള്ള ബാധ്യത ഓരോ പുരുഷന്മാർക്കുമുണ്ട്, ഓരോ കുടുംബങ്ങൾക്കുമുണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ദീൻ നഷ്ടപ്പെടുന്നതും
അല്ലെ? തുൻകഹുൽ മർഅത്തു ലി അർബഇൻ എന്ന ഹദീസ് ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച കേൾപ്പിച്ചതാണ്. തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാന ഘടകമാകുന്ന ദീൻ തന്റെ ഇണയിലുണ്ടോ, തന്റെ ഇണയുടെ കുടുംബത്തിലുണ്ടോ എന്ന് നോക്കുന്നത് നഷ്ടപ്പെടുന്നതിന്റെ പ്രധാനമായ കാരണക്കാരൻ ഈ സാമ്പത്തികമായിട്ടുള്ള നോട്ടമാണ്, ആ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനമാണ്. പിന്നെ അള്ളാഹുവിനെ പറ്റിക്കുന്ന ആളുകളുമുണ്ട്. ബനൂ ഇസ്രായേൽ സമുദായത്തിലെ ആളുകൾ വിചാരിച്ചതുപോലെ യൗമുസ്സബത്തിന്റെ അന്ന് മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിടിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ വെറുതെ തടകെട്ടി നിർത്തിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് പലരും വിവാഹ ജീവിതത്തിൽ നോട്ടമിടുന്നത്. അല്ലെ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ചേട്ടോ, ഞങ്ങൾ മീൻ പിടിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ വെറുതെ മീൻ ഇങ്ങനെ തീരത്തേക്ക് വന്നപ്പോൾ അവിടേക്ക് ഇങ്ങനെ തട വെച്ച് കെട്ടി, ഞായറാഴ്ചയിലേ പിടിച്ചുള്ളൂ, ഞങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ. പക്ഷെ ചോദിക്കാതെ തന്നെ നമ്മൾ എല്ലാം ഉറപ്പാക്കുന്ന വീടുകളുമായി, കുടുംബങ്ങളുമായി ആദർശപരമായ പൊരുത്തമോ ദീനിയായിട്ടുള്ള മഹത്വമോ സമൂഹത്തിൽ അവർക്ക് ദീനിനോടുള്ള ആഭിമുഖ്യമോ ഒന്നുമല്ലാതെ അവരുടെ ഭൗതികമായ ജീവിത വിഭവങ്ങളും ജീവിത സൗകര്യങ്ങളും ജീവിതത്തിന്റെ ഇടപാടുകളും നോക്കിയിട്ട് നമ്മൾ സാങ്കേതികത്വപരമായി ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന ആ വാക്ക് എല്ലാം അറിയുന്ന റബ്ബിനെ ഭയപ്പെടുന്നില്ല എന്നേ അതിന് മറുപടി പറയാൻ പറ്റും. കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് വിശദീകരണം എഴുതിയവർ പറയുന്നുണ്ട്, ഒരു സ്ത്രീയുടെ ദീനീ ബോധം സ്ഥിരപ്പെട്ടാൽ പിന്നീട് അവളെ വിവാഹം ചെയ്യുന്നതിന് വേറെ ഒന്നും തടസ്സമാകരുത് എന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവളുടെ സമ്പത്ത്, അവളുടെ സൗന്ദര്യം, അവളുടെ തറവാട് മഹിമ ഇതൊന്നും തടസ്സമാകരുത്. അവളുടെ ദീനിയായ നിഷ്ഠ, അവളുടെ ദീനിയായ ബോധം നമുക്ക് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്നുവരെ. പൂർണ്ണമായിട്ടും അത് ശരിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ മാതാപലക്കും എന്ന് ഖുർആൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നന്നായി തോന്നുന്ന ഒരു ഇണയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ കണ്ട ഒരു ഇണയെ അവൻ ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു ഭാഗം അതിലുണ്ട്. അതില്ല, അത് ഞാൻ മറന്നിട്ടല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടു കുട്ടിയെ, അവളുടെ ദീനും നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ പിന്നെ ഇഷ്ടപ്പെടാനുള്ള ചില ഭാഗങ്ങൾ ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ മാത്രം ആ വിവാഹങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനു സ്വാലിഹീൻ, ഓരോരുത്തരുടെയും സൽക്കർമ്മങ്ങൾ അള്ളാഹു തആലയ്ക്കാണ് ഏറ്റവും നന്നായി അറിയുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും അള്ളാഹ്ക്കറിയാം. ഫഇന്നഹു കാന ലിൽ-അവ്വാബീന ഗഫൂറ, എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറെ പൊറുക്കുന്നവനായ അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിക്കൊള്ളുവീൻ എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട് സൂറത്തുൽ ഇസ്രായിൽ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. പശ്ചാത്താപത്തിന്റെ ഫലം ഇനി ഉണ്ടാകേണ്ടത് നമ്മുടെ സന്താനങ്ങളിലാണ്. അവിടെ പൂർണ്ണമായും അള്ളാഹുവിന്റെ ദീനിന് പ്രാമുഖ്യം കൊടുക്കുന്ന അസ്ഥിവാരമിട്ട കുടുംബാംഗങ്ങളായിക്കൊണ്ട്, കുടുംബ വ്യവസ്ഥിതികളായിക്കൊണ്ട് ഉറച്ച തീരുമാനങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഈ പള്ളിയിൽ പ്രത്യേകിച്ച് പിരിവുകളൊന്നുമില്ല. ആരോടും പറയാറില്ല. ഞാൻ 8 മാസമായി ഞാൻ ആരോട് പറഞ്ഞു അല്ലെ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കയറിയ എല്ലാ പള്ളികളിലും 59,000 രൂപ, 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ വയനാട് ഫണ്ടിന് വേണ്ടി എടുത്തതാണ്. നമുക്കിവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നമുക്കിവിടെ ഉണ്ട് ഒരു റിലീഫ്. ഈ കളമശ്ശേരിയിലും നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഒരുപാട് രോഗികൾ, വയനാട്ടിൽ തന്നെ പോകണമെന്നില്ല, വയനാട്ടിൽ പോകട്ടെ, ആളുകൾ കൊണ്ടുപോകട്ടെ, പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്ത് വളരെ കഷ്ടപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുടെയും അപേക്ഷകൾ ഈ റിലീഫുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്ന് അതിൻ്റെ പ്രവർത്തകർ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്വമേധയാ നിങ്ങളോട് പറയുകയാണ്. യാത്രക്കാരായിട്ടുള്ള ആളുകളുണ്ട്, ഇവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളുണ്ട്, ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സദക്കയുടെ മാർഗത്തിൽ കൊടുക്കുക, നൽകുക, നല്ല നിലക്ക് നമ്മുടെ സഹോദരന്മാരെ സഹായിക്കാനൊക്കെ നമ്മളും അതിൽ ഭാഗവാക്കാക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. എല്ലാ ആഴ്ചയും ഇത് പറയില്ല, എല്ലാ ആഴ്ചയും ഇത് പറയേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും ആത്മാർത്ഥമായി ഇത് ഓർമ്മയിൽ വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അല്ലാഹു തആല എല്ലാവിധ ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹു തആല പൂർണ്ണമായി അനുഗ്രഹിക്കുകയും അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള, സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, മാനസികമായ വ്യഥകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാനുള്ള ഒരു മഖ്റജ് അല്ലാഹു തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തെളിനീര് അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്ന് അള്ളാഹു എപ്പോഴും വർഷിക്കുമാറാകട്ടെ. اللهم إنا نتوكل على كل حالنا وعلى كل أمورنا لا حول ولا قوة إلا بالله. عليك توكلنا وإليك ننيب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. اللهم تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين آمين.